Cropping pattern. The physical diversities and plurality of cultures in India are also reflected in agricultural practices and cropping pattern in India. And we know that India is a diverse country. ഏത് കാര്യത്തിലാണെങ്കിലും ഇന്ത്യ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ്. നമ്മുടെ കൾച്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്. ഫുഡ് ഡിഫറെൻ്റ് ആണ്. ഡ്രസ്സിങ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. എല്ലാം ഡിഫറെൻ്റ്. അതുപോലെ നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്. നമ്മുടെ വെതർ കണ്ടീഷൻസ്, ക്ലൈമറ്റ് എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ട്. സോ ദ ഫിസിക്കൽ ഡൈവേഴ്സിറ്റീസ് ആൻഡ് plurality of cultures in India are also reflected in agricultural practices and cropping pattern in India. Various types of food and fiber crops, vegetables and fruits, spices and condiments are grown in India. അപ്പോൾ ഇന്ത്യയിൽ എന്തുണ്ട്? വേരിയസ് ടൈപ്സ് ഓഫ് ക്രോപ്സുകളുണ്ട്. ഫുഡ് ആൻഡ് ഫൈബർ ക്രോപ്സുകളുണ്ട്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സ്പൈസസ്, കോണ്ടിമെൻസുകൾ എക്സെട്ര ആർ ഗ്രോൺ ഇൻ ഇന്ത്യ. സോ നമുക്ക് മെയിനായിട്ടും ഇന്ത്യയുടെ ക്രോപ്പിംഗ് സീസൺസ് 3 ക്രോപ്പിംഗ് സീസൺസ് ആണ്. ഇൻ ഇന്ത്യ ദർ ആർ 3 ക്രോപ്പിംഗ് സീസൺസ്. India has 3 cropping seasons, that ഖാരിഫ്, റാബി ആൻഡ് സെയ്ദ്. ഇന്ത്യയിലുള്ളത് മെയിനായിട്ടും 3 ക്രോപ്പിംഗ് സീസൺസ് ആണ്. ഫസ്റ്റ് വൺ ഖാരിഫ് സീസൺ, സെക്കൻഡ് വൺ റാബി സീസൺ ആൻഡ് തേർഡ് വൺ സെയ്ദ് സീസൺ. ഇങ്ങനെ 3 ക്രോപ്പിംഗ് സീസൺസ് ഉണ്ട്. അപ്പം നമുക്ക് ഓരോ ക്രോപ്പിംഗ് സീസൺസ് എന്താണെന്നുള്ളത് 1 by 1 ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ റാബി ക്രോപ്സ്. ഓക്കെ, റാബി ക്രോപ്സ് മീൻസ് ഇറ്റ്സ് സോൺ ഇൻ വിൻ്റർ ഒക്ടോബർ ടു ഡിസംബർ. അതായത് റാബി ക്രോപ്സുകൾ പ്ലാന്റ് ചെയ്യുന്നത് വിൻ്ററിലാണ്. ഓക്കെ, റാബി ക്രോപ്സുകൾ പ്ലാന്റ് ചെയ്യുന്നത് വിൻ്ററിലാണ്. ആറ്റ് ഒക്ടോബർ ടു ഡിസംബർ, ആ ഒരു ടൈം. നമ്മുടെ വിൻ്റർ വരുന്നത് ഓൾമോസ്റ്റ് ആ ഡിസംബർ ആ ഒരു ടൈമിലാണല്ലോ. അപ്പം നമ്മുടെ റാബി ക്രോപ്സുകൾ പ്ലാന്റ് ചെയ്യുന്നത് വിൻ്റർ സീസണിലാണ്. അതായത് സോൺ ഇൻ വിൻ്റർ ഒക്ടോബർ ടു ഡിസംബറിലാണ്. ഇറ്റ് ഹാർവസ്റ്റഡ് ഇൻ സമ്മർ. പ്ലാന്റ് ചെയ്യുന്നത് വിൻ്ററിലാണെങ്കിലും അത് ഹാർവസ്റ്റ്, അതായത് നമ്മളിപ്പോൾ ഒരു ക്രോപ്പ് പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്ലാന്റ് ചെയ്താൽ നാളെ തന്നെ അതിൽ എന്തുണ്ടാവില്ല, നമുക്കത് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതിൽ ആ ഒരു ക്രോപ്പ് എന്ത് ക്രോപ്പാണെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് അത് ഉണ്ടാവില്ല. അത് എന്ത് ചെയ്യണം, അത് മെച്ചുവേർഡായിട്ട് വന്ന് അതിൽ നമ്മുടെ ക്രോപ്പ് ഉണ്ടായി വരാൻ കുറച്ച് ടൈം വേണം. അപ്പം നമ്മൾ വിൻ്ററിൽ ഇത് പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാർവസ്റ്റ് ചെയ്യുന്നത് സമ്മറിലാണ്. അതായത് ഏപ്രിൽ ടു ജൂൺ ആ ഒരു ടൈമിലാണ് അത് വിളവെടുക്കുക. അതായത് മെയിനായിട്ടുള്ള റാബി ക്രോപ്പാണ് വീറ്റ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് വീറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ വിൻ്ററിൽ വീറ്റ് പ്ലാന്റ് ചെയ്തു, എന്നിട്ട് അതിൽ വീറ്റ്, ആ ചെടി ഉണ്ടായി, അതിൽ വീറ്റ് ഉണ്ടായിട്ട് അത് നമുക്ക് വീറ്റ് അതിൽ നിന്ന് എടുക്കാൻ പറ്റുക ഒരു സമ്മറിലാണ്. അപ്പോൾ അത് ഹാർവസ്റ്റ് ചെയ്യുന്നത് സമ്മറിലാണ്. സോ ദ റാബി ക്രോപ്സ് ആർ സോൺ ഇൻ വിൻ്റർ October to December and harvested in summer, April to June. Then availability of rain during winter months help in the success of the crops. ഇനി വിൻ്റർ മന്തിൽ, അതായത് വിൻ്റർ സീസൺസിൽ നമുക്ക് കുറച്ച് വിൻ്റർ റെയിൻസ് കിട്ടാറുണ്ട് ഇന്ത്യയിൽ. അതിൻ്റെ നെയിം ഒരു മഹാവത് റെയിൻ ആണ്. ഓൾറെഡി 9th പഠിച്ചിട്ടുള്ളൊരു നെയിമാണത്. ആ ഒരു മഹാവത് റെയിൻസ്, അതായത് വിൻ്ററിൽ നമുക്ക് കിട്ടുന്ന വിൻ്റർ റെയിൻസ്, അത് വെരി ഷോർട്ട് ആയിട്ടുള്ള റെയിൻസ് ആണ് കേട്ടോ. വെരി ഷോർട്ട് ടൈമിലേക്ക് കിട്ടുന്ന ഒരു റെയിൻ ആണ്. ബട്ട് ആ ഒരു വിൻ്റർ റെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സക്സസ് ഓഫ് ദി ക്രോപ്സ് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മെയിനായിട്ട് റാബി ക്രോപ്സുകൾ ഏതെല്ലാം സ്റ്റേറ്റ്സിലാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെല്ലാമാണ് റാബി ക്രോപ്സുകൾ ഉള്ളത്? പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് ആൻഡ് രാജസ്ഥാൻ. എല്ലാം നോർത്ത് സൈഡിലാണ്, നോർത്ത് ഇന്ത്യയിലാണ് മെയിനായിട്ടും റാബി ക്രോപ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ റാബി ക്രോപ്സ് ആർ സോൺ ഇൻ വിൻ്റർ ഒക്ടോബർ ടു ഡിസംബർ, ഹാർവസ്റ്റഡ് ഇൻ സമ്മർ ഏപ്രിൽ ടു ജൂൺ. അവൈലബിലിറ്റി ഓഫ് റെയിൻ ഡ്യൂറിങ് വിൻ്റർ മന്ത്സ് ഹെൽപ്പ് ഇൻ ദ സക്സസ് ഓഫ് ദി ക്രോപ്സ്. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് ആൻഡ് രാജസ്ഥാൻ ആദ്യമേ റാബി ക്രോപ്സുകൾ ഗ്രോ ചെയ്യുന്ന സ്റ്റേറ്റുകൾ. ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റാബി ക്രോപ്സുകൾ? മെയിൻ ആയിട്ടുള്ളത് വീറ്റ്, ബാർലി, പീസ്, ഗ്രാം ആൻഡ് മസ്റ്റാർഡ്. ദീസ് ആർ ദ some important റാബി ക്രോപ്സ് ഗ്രോൺ ഇൻ ഇന്ത്യ ആർ വീറ്റ്, ബാർലി, പീസ്, ഗ്രാം, മസ്റ്റാർഡ്. ഇതിൽ തന്നെ വീറ്റും ബാർലിയും ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. വീറ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിലുള്ള ഒരു ക്രോപ്പാണ് വീറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റാബി ക്രോപ്സിൽ വരുന്നത്.
ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഖാരിഫ് ക്രോപ്പാണ്. ഖാരിഫ് സീസണിനെ കുറിച്ചിട്ടാണ്. ഇറ്റ് ഗ്രോൺ ഇൻ ദ ഓൺ സെറ്റ് ഓഫ് മൺസൂൺ. റാബി ക്രോപ്സുകൾ ഗ്രോ ചെയ്യുന്നത് വിത്ത് ദ മൺസൂൺ ആണ്. ദ സ്റ്റാർട്ടിങ് ഓഫ് മൺസൂൺ, ദ ഓഡ് സെറ്റ് ഓഫ് മൺസൂൺ, അതായത് മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഖാരിഫ് സീസൺസും ഗ്രോ ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഖാരിഫ് ക്രോപ്പാണ് റൈസ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, റൈസ് എങ്ങനെയുള്ള പ്ലേസിലാണ് ഉണ്ടാവുക? വെള്ളത്തിലാണ്. അതായത് ഫീൽഡ് പാഡീസ് ഉണ്ടാവുന്നത് വാട്ടറിലാണ്. അതായത് ഈ റെയിനും റൈസും വാട്ടറും ഒക്കെ ഭയങ്കര ഫ്രണ്ട്സാണ്. അതൊക്കെ ഖാരിഫിലുള്ളതാണ്. അത് ഭയങ്കര ഫ്രണ്ട്സാണ്. അതായത് എപ്പോഴും അതായത് ഖാരിഫ് ക്രോപ്സുകൾ ഗ്രോ ചെയ്യുന്നത് റെയിൻ ടൈമിലാണ്. ആൻഡ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ് റൈസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വി ക്യാൻ സി റൈസ് ലവ്സ് റെയിൻസ്, ഇറ്റ് സ്റ്റാൻഡ്സ് ഇൻ വാട്ടർ. അല്ലേ, റൈസ് ലവ്സ് റെയിൻസ്, ഇറ്റ് സ്റ്റാൻഡ്സ് ഇൻ വാട്ടർ. അതായത് റൈസ് ഇസ് എ ഖാരിഫ് ക്രോപ്പ്. സോ ദിസ് ഖാരിഫ് ക്രോപ്സ് ആർ ഗ്രോൺ വിത്ത് ദ ഓൺസെറ്റ് ഓഫ് മൺസൂൺ ആൻഡ് ഇറ്റ് ഹാർവസ്റ്റഡ് ഇൻ സെപ്റ്റംബർ ടു ഒക്ടോബർ. അത് ഗ്രോ ചെയ്യുന്നത് മൺസൂണിലാണ്, ഇത് സ്റ്റാർട്ടിങ് ഓഫ് മൺസൂൺ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാർവസ്റ്റഡ് ഇൻ സെപ്റ്റംബർ ടു ഒക്ടോബർ. ഹാർവസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ ടു ഒക്ടോബർ മന്തിലാണ്. ഇനി മെയിനായിട്ടും ഖാരിഫ് ക്രോപ്സുകളുള്ളത് ഏതെല്ലാം സ്റ്റേറ്റിലാണ്? ആസാം, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, കേരള, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ, പഞ്ചാബ് ആൻഡ് ഹരിയാന. അപ്പോൾ നമ്മൾ റാബി ക്രോപ്സ് പറഞ്ഞത് കംപ്ലീറ്റും നോർത്ത് ഇന്ത്യയിലായിരുന്നു. പക്ഷേ ഖാരിഫ് അങ്ങനെയല്ല. ഖാരിഫ് ക്രോപ്പ് എന്തുണ്ട്? സദേൺ ഇന്ത്യയിലുണ്ട് ആൻഡ് ഓൾസോ നോർത്ത് ഇന്ത്യയിലും ഉണ്ട്. ആസാം, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, കേരള, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ, പഞ്ചാബ് ആൻഡ് ഹരിയാന. ഇത്രയും സ്റ്റേറ്റിലാണ് ഖാരിഫ് ക്രോപ്പുകൾ ഗ്രോ ചെയ്യുന്നത്. ഇനി മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഖാരിഫ് ക്രോപ്പുകൾ ഏതൊക്കെയാണെന്ന് അറിയോ? പാടി, മെയ്സ്, ജോവർ, ബജ്ര, ദൂർ, മൂങ്, ഉറദ്, cotton, jute, groundnut and soybean. These are the important crops growing during the Kharif seasons in India. മെയിൻ ആയിട്ടുള്ളത് പാഡി ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഒരു ഇമ്പോർട്ടൻറ്റ് ക്രോപ്പാണ് മെയ്സ്. അല്ലേ, ചോളം, അതായത് നമ്മൾ കോണൊക്കെ അല്ലേ, ഈ സാധനം മെയ്സ്. ഓക്കെ, മെയ്സ് ഉണ്ട്. പിന്നെ വരുന്നത് ജോവർ, ബജ്ര, ദൂർ, മൂങ്, ഉറദ്, കോട്ടൺ, ജൂട്ട്, ഗ്രൗണ്ട്നട്ട് ആൻഡ് സോയാബീൻ. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഖാരിഫ് ക്രോപ്സ് ഗ്രോൺ ഇൻ ഇന്ത്യ. Then next, the third one or the last season is Zaid crops. Zaid crops എന്ന് പറഞ്ഞാൽ it's a short season. Zaid is a short season in between the റാബി ആൻഡ് ഖാരിഫ് സീസൺ. റാബിൻ്റെ ഖാരിഫിൻ്റെ ഇടയ്ക്ക് വരുന്ന, അല്ലേ, നമ്മൾ 2 വർക്കിംഗ് ഡേയ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഓഫ് ഡേ അല്ലെങ്കിൽ ഒരു ഹോളിഡേ എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ 2 വർക്കിംഗ് ഇയറിൻ്റെ, അല്ലെ, ഇപ്പോൾ നിങ്ങൾ 9th കഴിഞ്ഞ് 10th വരുന്ന 2 വർക്കിംഗ്, നിങ്ങളുടെ ഒരു ഇയറിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു 2 month ഒരു വെക്കേഷൻ വരുന്ന പോലെ ഒരു വെക്കേഷൻ സീസൺ ആണ് സെയ്ദ് എന്ന് പറയുന്നത്. അതായത് സ്മോൾ സീസൺ ആണ് ഇൻ ബിറ്റ്വീൻ ദ റാബി ആൻഡ് ഖാരിഫ്. റാബിൻ്റെ ഖാരിഫിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഷോർട്ട് സീസൺ ആണ് ഡ്യൂറിങ് ദ സമ്മർ മന്ത്സ്. അല്ലെ, സമ്മർ വെക്കേഷൻ വരുന്ന പോലെയുള്ള ഒരു ഷോർട്ട് സീസൺ ഡ്യൂറിങ് ദ സമ്മർ മന്ത്സ്. സം ഇമ്പോർട്ടൻറ്റ് ക്രോപ്സ്. ഇനി സെയ്ദിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്രോപ്സുകൾ ഏതൊക്കെയാണ്? മെയിനായിട്ട് ഫ്രൂട്ട്സുകളൊക്കെ വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാട്ടർമെലോൺ ഉണ്ട്. വാട്ടർമെലോൺ, musk melon, cucumber, vegetables, fodder crops and sugarcane. Important crops in Zaid crops are watermelon, musk melon, cucumber, vegetables, fodder crops and sugarcane. These are the some important Zaid crops. So Zaid crops is very easy. This is because it is in between the Rabi and Kharif season and it's a short season during the summer months. And the some important Zaid crops are watermelon, muskmelon, cucumber, vegetables, fodder crops and sugarcane. Okay, then I will show you a picture. Can you see this? And this picture, the first one is Rabi. അതായത് റാബി എന്ന് പറയുമ്പോൾ എന്താണ്? റാബി സീസൺ എന്ന് പറയുമ്പോൾ എന്താണ്? റാബിനെ കണ്ടോ? ഇതാണ് കേട്ടോ നമ്മുടെ റാബി സീസൺ എന്ന് പറയുമ്പോൾ എന്താണ്? റാബി ഒരു വിൻ്ററിൽ വരുന്ന ആളാണ്. അപ്പോൾ ഈ പിക്ചറിൽ കണ്ടോ നമ്മുടെ റാബി എന്താണ് വെയർ ചെയ്തിട്ടുള്ളത്? ഒരു വിൻ്ററിൽ നമ്മൾ എടുക്കുന്ന, അല്ല, ഒരു തണുപ്പിൽ നിന്നൊക്കെ വിൻ്റർ ടൈമിൽ എടുക്കുന്ന ഒരു കോട്ടൊക്കെ നമ്മുടെ റാബി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വിൻ്ററി ഷവറിങ് വെയറിങ് ഷോർട്ട്, ഒരു ഷവറിങ് ആയിട്ടുള്ള, ഇല്ല, വിൻ്ററിൽ ഒരു ഷിവറിങ് ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് റാബി നിൽക്കുന്നത്. നല്ല തണുപ്പിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കോട്ടും കാര്യങ്ങളൊക്കെ റാബിൻ്റെ കയ്യിലുണ്ട്. പിന്നെ ആളുടെ ഹെയർ കണ്ടോ? ലൈക്ക് എ വീറ്റ്, ഒരു ഹെയർ ആണ്. ഗോൾഡൻ വീറ്റ് ഹെയർ ആണ്. അതായത്
റാബിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രോപ്പാണ് വീറ്റ്. ദെൻ സെക്കൻഡ് നമ്മുടെ ഖാരിഫ്. ഇതാണ് നമ്മുടെ ഖാരിഫ്. ഖാരിഫ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? വിത്ത് റെയിൻ കോട്ടാണ്. റെയിൻ കോട്ട് ആൻഡ് അംബർല. അതായത് റെയിൻ കോട്ടും അംബർലയും കാണുമ്പോൾ അറിയാം ഇറ്റ്സ് എ റെയിനി സീസൺ. ആൻഡ് ആളുടെ കയ്യിൽ എന്തുണ്ട്? റൈസ് ഉണ്ട്. അതായത് ഖാരിഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രോപ്പാണ് റൈസ്. ദെൻ ലാസ്റ്റ് വൺ ഇവിടെ കണ്ട ഇതൊരു വാട്ടർ മെലോൺ ആണ് അല്ലേ. ആൾ ഒരു വെക്കേഷനൊക്കെ പോകുന്ന പോലെ നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ട് വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പോവാണ്. അതായത് സെയ്ദാണ്. അതൊരു ഷോർട്ട് സീസൺ ആണ്. സമ്മർ മന്ത്, നമ്മളെ വെക്കേഷനൊക്കെ ഒരു സമ്മർ മന്തിലാണ് അല്ലേ. ഇതിലെ മെയിൻ ക്രോപ്സുകളാണ് വാട്ടർ മെലോണും കുക്കുംബറും ഒക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചർ എപ്പോഴും മൈൻഡിൽ ഉണ്ടാവുക കേട്ടോ. റാബി വിൻ്റർ സീസൺ ആണ്. മെയിനായിട്ടുള്ളൊരു വിൻ്റർ സീസൺ അല്ല, വിൻ്ററിലാണ് റാബി ക്രോപ്സുകൾ ഗ്രോ ചെയ്യുന്നത്, പ്ലാന്റ് ചെയ്യുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു റാബി ക്രോപ്പാണ് വീറ്റ്. ദെൻ ഖാരിഫ് വിത്ത് ഓൺസെറ്റ് ഓഫ് മൺസൂൺ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഖാരിഫ് ക്രോപ്പാണ് റൈസ്. ആൻഡ് സെയ്ദ് ഷോർട്ട് സീസൺ ഇൻ ബിറ്റ്വീൻ ദ റാബി ആൻഡ് ഖാരിഫ്. ആൻഡ് മെയിനായിട്ടുള്ളൊരു സെയ്ദ് ക്രോപ്പാണ് വാട്ടർ മെലോൺ, കുക്കുംബർ, അങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ വെജിറ്റബിൾസുകളൊക്കെ സെയ്ദിൽ വരുന്നുണ്ട്. ഓക്കെ, and here is a short poem about these three crops. Rabi in the winter, wheat gets gold. Kharif in the rains, the rice gets rolled. Zaid's a chill, a summer treat, melons and mangoes sweet to eat. അതായത് റാബി ഇൻ ദ വിൻ്റർ, റാബി ഉള്ളത് വിൻ്ററിലാണ്. വീറ്റ് ഗെറ്റ്സ് ഗോൾഡ്, വീറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഖാരിഫ് ഇൻ ദ റെയിൻസ്, ദ റൈസ് ഗെറ്റ്സ് റോൾഡ് അല്ലേ. ഖാരിഫ് റെയിൻസ് വിത്ത് ദ മൺസൂൺ ആണ് ആൻഡ് ദ റൈസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സെയ്ഡ്സ് എ ചിൽ സമ്മർ ട്രീറ്റ്, സെയ്ദിൽ വരുന്നത് സമ്മർ മന്തിലാണ്. മെലോൺസ് ആൻഡ് മാംഗോസ് അല്ലെ, നമ്മുടെ വാട്ടർ മെലോൺ, മസ്ക് മെലോൺസ്, അങ്ങനെയുള്ള മെലോൺസുകൾ, ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസുകളാണ് സ്വീറ്റ് ടു ഈറ്റ്. ദാറ്റ് ഇസ് അബൌട്ട് ദി സെയ്ദ്.